ഹലോ, അസ്സാം വലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റിൽ നമ്മുടെ ബീഫ് ചില്ലി എങ്ങനെയാണ് ചെയ്തിട്ടെടുക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു ബീഫ് ചില്ലി എല്ലാവർക്കും എളുപ്പം ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. പക്ഷേ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാലാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് എന്നാൽ നല്ല ടേസ്റ്റിൽ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന ഒരു സെയിം ടേസ്റ്റിൽ അതല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ടേസ്റ്റിൽ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ അതിൻ്റെ സൈഡിൽ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ കാണാം, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് വെക്കുക. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ബീഫ് ചില്ലി നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ നമ്മുടെ ബീഫ് നമ്മളൊന്ന് പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് 1 കിലോ ബീഫാണ്. ബീഫ് നമ്മൾ എല്ല് കഷ്ണങ്ങളൊന്നും ഇല്ലാതെ ഇതുപോലെ നല്ല തുണ്ട് കഷ്ണങ്ങളാണ് കേട്ടോ അതിന് വേണ്ടത്. അപ്പോൾ നന്നായിട്ട് ഇത് കഴുകി എടുത്തിട്ട് ഇപ്പോൾ ഞാൻ പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് ചെറിയ കഷ്ണങ്ങളായിട്ട് ആദ്യമേ മുറിച്ചെടുക്കരുത്. ഇതുപോലെ കുറച്ച് വലിയ വലിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുക്കുന്നത്. ആദ്യമേ നമ്മൾ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് കുക്ക് ചെയ്ത് വരുമ്പം ചിലപ്പോൾ ഇങ്ങനെ വെന്ത് ഉടഞ്ഞൊക്കെ പോകാനും അതുപോലെ പൊടിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. നമ്മൾ ഫ്രൈ ചെയ്യുമ്പം ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു അതിൻ്റെ ലുക്ക് ഉണ്ടല്ലോ, ആ നീളത്തിലുള്ള ലുക്ക് അത് കിട്ടൂല. അപ്പോൾ എന്തായാലും ഇതിനകത്തേക്ക് ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ഇതിനൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടി ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ഒരു 1.5 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 3/4 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടി കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് കൂടെ ചേർക്കാം. വേണമെങ്കിൽ നമുക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ബീഫ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പോളം വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. ഒരുപാടൊന്നും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് നമ്മുടെ കൈ വെച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഉപ്പെല്ലാം പാകമാക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ പ്രഷർ കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുത്തിട്ട് ഇതിനെ ഒരു 3/4 ഭാഗത്തോളം ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഏകദേശം ഈ ഒരു ബീഫ് നമുക്കൊരു 3 വിസിൽ വന്നു കഴിഞ്ഞാൽ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് അതിൻ്റെ സ്റ്റീം പോകുന്നവരെ വെയിറ്റ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾ എടുക്കുന്ന ബീഫ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ കുക്ക് ചെയ്യാൻ. എന്തായാലും നമ്മളൊരു 3/4 ഭാഗത്തോളം മാത്രമേ കുക്ക് ചെയ്യാൻ പാടുള്ളൂ. ബാക്കി നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്താണത് കുക്ക് ആവേണ്ടത്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് നിങ്ങളത് കുക്ക് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രഷർ കുക്കറിൽ 3 വിസിൽ വന്നതിന് ശേഷം ഞാനിപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് സ്റ്റീമൊക്കെ പോയിട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു വെള്ളത്തിൽ നിന്നും ഈ ബീഫിൻ്റെ കഷ്ണങ്ങൾ മാത്രം പുറത്തേക്ക് എടുക്കുകയാണ്. നമുക്ക് ഈ വെള്ളം കളയേണ്ട ആവശ്യമില്ല കേട്ടോ. അത് നമുക്ക് ഇതിലേക്ക് തന്നെ ആവശ്യമായിട്ട് വരും കുറച്ച്. ബാക്കിയുള്ളത് വെച്ചിട്ട് നമുക്ക് കറികളിലേക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അതായത് ബീഫിൻ്റെ കറിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ ചേർക്കാവുന്നതാണ്. ബീഫിൻ്റെ ചിക്കൻ്റെ കറിയിലേക്കൊക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് ബീഫിൻ്റെ കഷ്ണങ്ങളൊക്കെ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്ന് വേണമെങ്കിൽ ചൂടൊക്കെ പോയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. അതല്ലെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ നീളത്തിൽ ചൂടോടെ ആണെങ്കിലും കട്ട് ചെയ്തിട്ട് എടുക്കാം. വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണ്ട കേട്ടോ. നമ്മൾ സാധാരണ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ കുറച്ച് നീളത്തിൽ, അതേ രീതിയിൽ തന്നെ കുറച്ച് കനം കുറഞ്ഞ് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇത് ബീഫ് കഷ്ണങ്ങളൊക്കെ ഞാനിതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ സെക്കൻഡ് മാരിനേഷൻ കൊടുക്കുകയാണ് നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടി ഒരു ക്ലീൻ ബൗൾ എടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ ബീഫ് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്കൊരു 1/4 ടീസ്പൂൺ മതിയാകും. പിന്നെ ചേർക്കുന്നത് ഒരു 1 ടീസ്പൂൺ നമ്മുടെ റെഡ് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ. അതായത് നമ്മുടെ ഉണക്കമുളക് ക്രഷ് ചെയ്തെടുത്താണ്. ഇതിൻ്റെ കൂടെ കാശ്മീരി മുളക് പൊടി ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. കാരണം നമുക്ക് എരിവിന് വേണ്ടിയിട്ട് ഞാനിപ്പം ആ ഒരു റെഡ് ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ അത് മാത്രമേ ചേർത്തിട്ടുള്ളൂ. എരിവുള്ള മുളക് പൊടി ഞാൻ ചേർക്കുന്നേ ഇല്ല. പിന്നെ ഒരു 3/4 ടീസ്പൂണോളം നമ്മുടെ വലിയ ജീരകം അതായത് ഫെനൽ സീഡ്സ് നല്ല പോലെ ചതച്ചെടുത്തതാണ്. അതുകൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമ്മൾ ബീഫ് ചില്ലി ഫ്രൈ ചെയ്തിട്ട് വരുമ്പം. പിന്നെ നമ്മുടെ ഗരം മസാല പൗഡർ ഒരു 3/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് കൂടെ ഇഞ്ചിയും വെളുത്തുള്ളി നല്ല പോലെ തന്നെ ചതച്ചെടുത്തത് ഒരു 1.5 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. ഇനി അടുത്ത് നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് സോയ സോസാണ്. ഒരു 1/4 ടീസ്പൂൺ മാത്രം സോയ സോസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം റെഡ് ചില്ലി സോസാണിത്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് കോൺഫ്ലോർ ആണ്. ഞാനൊരു 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതിലേക്ക് ചേർക്കുന്നത് ഞാൻ വൈറ്റ് വിനീഗറാണ്, അതായത് നമ്മുടെ സുർക്കയാണ്. ഇതിന് പകരമായിട്ട് നമുക്ക് ഒരു നാരങ്ങയുടെ പകുതി നീരെടുത്തിട്ട് അത് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു ശകലം ഉപ്പ് കൂടി ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കുകയാണ്.
നേരത്തെ നമ്മൾ ഉപ്പൊക്കെ ചേർത്തിട്ടാണ് വേവിച്ചതെങ്കിലും കുറച്ചും കൂടെ ഉപ്പ് ഈ ഒരു സമയം ചേർത്ത് കൊടുക്കുക. ഇനി ഞാനത് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുന്നത് നമ്മളിപ്പോൾ ബീഫ് കുക്ക് ചെയ്തിട്ടുള്ള ഒരു വെള്ളം ഉണ്ടല്ലോ, അതായത് ബീഫിൻ്റെ ഒരു സ്റ്റോക്ക് ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഇതിനെ പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എഗ് വൈറ്റ്, അതായത് നമ്മുടെ മുട്ടയുടെ വെള്ളം മാത്രം ചേർത്തിട്ട് ഇതിനെ പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഒരു മുട്ടയുടെ വെള്ളം ഒഴിവാക്കിയിട്ട് ഇവിടെ നമ്മുടെ ഒരു ബീഫ് വേവിച്ചെടുത്തുള്ള വെള്ളം തന്നെ ചേർത്തിട്ടാണ് കേട്ടോ അത് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഞാനൊരു പിഞ്ച് പെർമിറ്റഡ് ആയിട്ടുള്ള ഫുഡ് കളർ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അത് ഓപ്ഷനിലാണ്. നമ്മളിങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ടാണ്. സാധാരണ നമ്മുടെ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർക്കുമ്പോൾ തന്നെ അത്യാവശ്യം കളറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ വേണമെങ്കിൽ മാത്രം ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള, അതായത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫിൻ്റെ പീസസ് ഇതിലേക്ക് ചേർത്തിട്ട് നമ്മളിതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പം ഉടഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഒരു 3/4 ഭാഗത്തോളം വേവായിട്ടുള്ള ബീഫാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. എല്ലാം കൂടെ നന്നായിട്ട് ഞാൻ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. ഇതിന് ശേഷമാണ് ഞാനിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. നമ്മൾ ബീഫൊക്കെ അങ്ങനെ ആക്കി വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ ഇത് ഞാനിവിടെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഞാനതിലേക്ക് ആദ്യം തന്നെ കുറച്ച് പച്ചമുളക് ചെറുതായിട്ടൊന്ന് നടുകെ മുറിച്ചിട്ടിട്ട് അതാണ് കേട്ടോ ആദ്യം തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. അത് ഒരുപാട് കളർ മാറാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട, ജസ്റ്റ് ഒന്നുകൊണ്ട് പൊരിഞ്ഞ് കിട്ടുമ്പോൾ നമുക്കിത് ഓയിലിൽ നിന്നും കോരിയെടുക്കാം. ഇതൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് വരുമ്പോൾ നമ്മുടെ ബീഫ് ചില്ലിയുടെ മുകളിലൂടെ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് ഈ ഒരു ഓയിലിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ വറ്റൽമുളകൊക്കെ എടുക്കാം കേട്ടോ. പക്ഷെ ഞാനിന്നിപ്പോൾ ഇവിടെ പച്ചമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടെ കുറച്ച് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ബീഫ് ഫ്രൈ ചെയ്യുന്നതിൻ്റെ മുന്നേ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു കളറൊക്കെ കിട്ടും. ബീഫിൻ്റെ കൂടെ ആകുമ്പോൾ ചിലപ്പോൾ ഒരുപാടങ്ങ് ഫ്രൈ ആയി പോകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പം ആദ്യമേ ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പച്ചമുളകും അതിൻ്റെ കൂടെ വെളുത്തുള്ളിയും അതുപോലെ കറിവേപ്പിലയും ഇത്രയും നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഓയിലിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുള്ള ബീഫിൻ്റെ കഷ്ണങ്ങൾ ചേർത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. 1, 2, 3 ബാച്ചായിട്ട് കുറേശ്ശെ ചേർത്തിട്ട് വേണം നമ്മളത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ. ഞാനിതിപ്പം ഓയിൽ കുറച്ച് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. കാരണം നമ്മളിത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓയിൽ നമ്മൾ വേസ്റ്റ് ആക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഓയിൽ ചേർത്തിട്ട് ഒരു 4-5 ബാച്ചായിട്ടാണ് ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത് കേട്ടോ. ഇനി നമ്മളിത് ഒരുപാട് സമയമൊന്നും ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മളത് ഒരു 75% കുക്കായിട്ടുള്ള ബീഫാണ്. ഇനി നമ്മൾ ചെറുതായിട്ട് അതിനൊന്ന് ക്രിസ്പി ആക്കിയിട്ട് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വളരെ കുറഞ്ഞ സമയം മാത്രം നമ്മളിത് ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ അത്യാവശ്യം ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്നും കോരി എടുത്തിട്ട് ഒരു സ്ട്രെയിനറിലോട്ട് മാറ്റാം, എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ ഒന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് സ്റ്റൈലിൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള നമ്മുടെ ബീഫ് ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക കേട്ടോ. ഒരിക്കലും നിങ്ങൾക്കിത് ഫ്ലോപ്പ് ആവില്ല. ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പൊറോട്ടയുടെ കൂടെയും അതുപോലെ നമ്മുടെ ഗീ റൈസിൻ്റെ കൂടെയൊക്കെ നല്ല പെർഫെക്റ്റ് ടേസ്റ്റാണ് കേട്ടോ അതിന്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്